നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ സുഡാനിലെ യൂണിറ്റി സ്റ്റേറ്റിൽ 21 പേർ സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീണ് 20 പേർ മരിച്ചു. മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ട്. യാത്രക്കാരിൽ ഒരാൾ രക്ഷപ്പെട്ടു. സുഡാന്റെ തലസ്ഥാനമായ ജുബയിലെ ഒരു എണ്ണപ്പാടത്ത് നിന്ന് പകർന്നുയർന്ന ഉടൻ തന്നെ ഇത് തകർന്നു വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചൈനീസ് എണ്ണ കമ്പനിയുടെ ചാർട്ടേഡ് വിമാനമാണ് തകർന്നു വീണത്. അതേസമയം മറ്റൊരു വാർത്ത നോക്കാം. ദക്ഷിണ കൊറിയയിൽ വൻ വിമാന ദുരന്തം ഒഴിവായിപ്പോയി. 176 പേരുമായി ഗിംബയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ എയർ ബുസാൻ വിമാനം റൺവേയിൽ വെച്ച് കത്തി നശിച്ചു. ടേക്ക് ഓഫിന് തൊട്ടു മുൻപാണ് വിമാനത്തിന്റെ പിൻഭാഗത്ത് തീ കണ്ടത്. അതിവേഗം പ്രവർത്തിച്ച വിമാന ജീവനക്കാരും അഗ്നിരക്ഷാ പ്രവർത്തകരും ചേർന്ന് എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരായി പുറത്തെത്തിക്കുകയായിരുന്നു. 169 യാത്രക്കാരും 6 ജീവനക്കാരും 1 എഞ്ചിനീയറും വിമാനത്തിലുണ്ടായിരുന്നു. 3 യാത്രക്കാർക്ക് പൊള്ളലേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. എസ്കേപ്പ് സ്ലൈഡുകൾ ഫലപ്രദമായി ഉപയോഗിച്ചാണ് നിമിഷങ്ങൾ കൊണ്ട് യാത്രക്കാരെയും വിമാന ജീവനക്കാരെയും ഒക്കെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ സാധിച്ചത്. 1 മണിക്കൂറിലേറെ സമയമെടുത്ത് തീ അണയ്ക്കുകയും ചെയ്തു. അപ്പോഴേക്കും വിമാനം ഏറെക്കുറെ കത്തി നശിച്ചു. എയർബസ് A321 വിമാനത്തിലായിരുന്നു തീ പിടിച്ചത്. എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത്, അതിന്റെ കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മുവാൻ വിമാനത്താവളത്തിൽ കഴിഞ്ഞ മാസം ജേജു എയർ വിമാനം തകർന്ന് 179 പേർ കൊല്ലപ്പെട്ട സംഭവം നമുക്ക് മുന്നിൽ വലിയൊരു അപായ സൂചനയായി നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് ഇപ്പോൾ ഇവിടെ. അന്നത്തെ അപകടത്തിൽ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാത്തത് കാരണം വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കോൺക്രീറ്റ് സമുച്ചയത്തിൽ ഇടിച്ചു കയറി തീ പിടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച പുറത്തുവന്ന ആദ്യ അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിന്റെ എഞ്ചിനിൽ പക്ഷി ഇടിച്ചു എന്ന പരാമർശമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരികയായിരുന്നു. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. വിമാനത്തിൽ യാത്രക്കാർ കാണിക്കുന്ന ചില കാര്യങ്ങൾ അത് വലിയ രീതിയിൽ വിമാനയാത്രയും ബാധിക്കുന്നുണ്ട്. വിമാനം പറന്നുയരാൻ തുടങ്ങുന്നതിനിടെ എമർജൻസി വാതിൽ തുറന്ന യാത്രക്കാരൻ അറസ്റ്റിലായി. രാജസ്ഥാനിലെ ജോധാപൂരിൽ നിന്ന് ഇൻഡിഗോ വിമാനം ബംഗളൂരുവിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സംഭവം. എല്ലാ യാത്രക്കാരും വിമാനത്തിൽ കയറുകയും രാവിലെ 10:10 ടേക്ക് ഓഫ് ഷെഡ്യൂൾ ചെയ്തതിന് പിന്നാലെയാണ് യാത്രക്കാരൻ എമർജൻസി എക്സിറ്റ് വാതിൽ തുറന്നത്. ആക്സിസ് ബാങ്ക് ജീവനക്കാരനായ സിറാജ് കിദ്വായി ആണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്. താൻ അബദ്ധത്തിലാണ് വാതിൽ തുറന്നതെന്നാണ് കിദ്വായി ISFനോട് പറഞ്ഞത്. അറസ്റ്റിലായ യാത്രക്കാരനെ ജോധ്പൂർ എയർപോർട്ടിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. എമർജൻസി എക്സിറ്റ് തുറന്നതിന് പിന്നാലെ യാത്രക്കാർ ബഹളം വെച്ചു. അതോടെ സുരക്ഷാ ക്യാബിൻ ക്രൂ യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെ തുടർന്ന് 20 മിനിറ്റ് വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. ജോധ്പൂരിൽ നിന്ന് ബംഗളൂരിലേക്ക് 6E6033 വിമാനം പുറപ്പെടുന്നതിന് മുമ്പുള്ള സുരക്ഷാ ബ്രീഫിംഗിനിടയിൽ ആണ് ഒരു യാത്രക്കാരൻ ഇത്തരത്തിൽ എമർജൻസി വാതിൽ തുറന്നത്. ജീവനക്കാർ ഇടപെട്ട് നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.